ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കൊല്ലം വാടിയിൽ ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളുണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാളിൻ്റെ ഫിഷ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ. ഫിഷ് പ്രൈസും അതോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് കേസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അയിലുണ്ട്, ഞണ്ടുണ്ട്, ആവലിയുണ്ട്, ആവലിപ്പാറയുണ്ട്, നെമ്മീനുണ്ട്, മഞ്ഞപ്പിളയുണ്ട്, ചാളയുണ്ട്, അവലിപ്പാറയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ മീനൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റേറ്റ് ഒക്കെ നമ്മളെ ഇന്നത്തെ ഒരു റേറ്റ് ഒക്കെ ഏകദേശം പറയാൻ പറ്റുമോ? ഓ പിന്നെന്ത്. ഓക്കെ, അപ്പൊ മീനൊക്കെ ഓരോന്നാട്ട്. ഇത് ഞണ്ട്, വലിയ ഞണ്ടാണ്. വലിയ ഞണ്ടാണ്, കടൽ ഞണ്ട്. കടൽ ഞണ്ട് എത്രയുണ്ട് ഇതിന്റെ റേറ്റ് ഒക്കെ? ഇത് റേറ്റ് കിലോ 280 ആണ് കടൽ ഞണ്ട്. ഓക്കെ, ഇനി അടുത്തത് അയിലുണ്ട്. അയില എങ്ങനെയാ റേറ്റ്? അയില നമുക്ക് കിലോ 200. കിലോ 200. ഓക്കെ, ഇനി അടുത്ത ആറ്റുവാള. ആറ്റുവാള ബംഗാളികൾക്ക് കൂടുതൽ കഴിക്കണം. അല്ല, ഇവിടെയും കഴിക്കുന്നുണ്ട്. നല്ല മീനാണ്. ഓക്കെ, ഇത് 240 ഒരു മീനായിട്ടാ കിലോയ്ക്ക്. ഓക്കെ, ഇനി അടുത്ത മീൻ ആവോലി. രണ്ട് ടൈപ്പ് ആവോലി പാര, ആവോലി. ഓക്കെ, ആവോലി പാര എത്ര റേറ്റ്? കിലോ 400. ഇനി അടുത്ത ആവോലി. ആവോലി, കറുത്ത ആവോലി വന്നിട്ട് 700 രൂപയാണ് റേറ്റ് വരുന്നത്. അതുകൂടാതെ തന്നെ നെയ്മീനൊക്കെ ആണെങ്കിൽ ഇതാ വിലയ്ക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മീൻ എങ്ങനെ ഒരു റേറ്റ് ഒക്കെ? നെയ്മീൻ ആകുമ്പോൾ 2 കിലോ 3 കിലോ ടൈപ്പാണ്. ഇതാകുമ്പോൾ കിലോയ്ക്ക് 1000. കിലോ 1000 രൂപയാണ് നെയ്മീന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇത് മഞ്ഞപ്പേള, ചെമ്പല്ലിയുടെ വേറെ ഒരു. ഓക്കെ, ഇതെങ്ങനെ ഒരു റേറ്റ്? ഇതാകുമ്പോൾ 420 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്ത കൊഞ്ച്. വലിയ സൈസ് നാരൻ കൊഞ്ചാണ്. ഓക്കെ, ഇതെങ്ങനെ ഒരു റേറ്റ്? 750 രൂപ. 750 രൂപയാണ് നാരൻ കൊഞ്ച് ഇതിന്റെ വില വരുന്നത്. ഇനി അടുത്ത കേരച്ചൂര വന്നിട്ട് എങ്ങനെ വരും കിലോ? കേരച്ചൂര കേരച്ചൂര 300. ഇത് നെയ്മീൻ. ഇത് സെയിം റേറ്റ് തന്നെ? അത് പീസ് ആകുമ്പോഴേക്ക് റേറ്റ് മാറും. പീസ് റേറ്റിന് എത്ര കൊടുക്കുന്ന? നെമ്മീന് ചെറുത് 1000. കിട്ടിയേ ഉള്ളൂ. ഓക്കെ, കാണുന്നുണ്ട്. അടുത്ത് കട്ട് ചെയ്യുമ്പോ എടുക്കാം കേട്ടോ. ഇതിപ്പോ പകുതി ആയിപ്പോ.